ഹായ് ഹലോ, ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ ഇപ്പോൾ വലിയൊരു യുദ്ധം തന്നെ സംഭവിച്ചു. ആ യുദ്ധത്തിൽ അവസാനം ശ്രുതിയും അശ്വിനും ഒന്നിക്കുകയും ചെയ്തു. പ്രീതിക്കും ആകാശിനും ഇടയിൽ ചെറിയൊരു വിള്ളൽ വീണുവെങ്കിൽ പോലും അത് ഉടൻ തന്നെ അത് ശരിയാവും. പക്ഷേ എന്നേക്കുമായിട്ട് ശ്യാം പുറത്താവുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി കുടുംബം പോകുകയാണ് എന്ന് വിചാരിക്കും, പക്ഷെ അല്ല. ശ്രുതിയും അശ്വിനും ഒന്നിച്ചു. ശ്രുതിയുടെ നിരപരാധിത്വം അശ്വിൻ തിരിച്ചറിഞ്ഞു. എങ്കിലും തൻ്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളൊരു സങ്കടം ശ്രുതിക്ക് ഇപ്പോഴും ഉണ്ട്. ശ്രുതിക്ക് മാത്രമല്ല, ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അഞ്ജലിയെ രക്ഷിക്കാനായിട്ടും പഴയതുപോലെ അഞ്ജലിയെ പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കുടുംബം മുഴുവൻ, സായിറാം കുടുംബം മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ സെലിൻ്റെ ചില ക്രൂരതകളും അവിടെ അരങ്ങേറുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്? അഞ്ജലി ഇനി ഓക്കെ ആയി വരുമോ? ഇപ്പോഴും അഞ്ജലിക്ക് ശ്രുതിയോട് ദേഷ്യമുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അശ്വിൻ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. ശ്രുതി അശ്വിൻ ചേർത്ത് പിടിച്ച് അവരുടെ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു നിമിഷമാണ് കേട്ടോ. പ്രേക്ഷകർ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അശ്വിൻ ശ്രുതിയെ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം, ശ്രുതിയുടെ നിരപരാധിത്വം തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും കാത്തിരുന്നത്. ശ്രുതിയെ അശ്വിൻ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് അത് സംഭവിക്കുകയും ചെയ്തു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർ. എന്നാൽ ഇതിനിടയിൽ ആ കുടുംബത്തെ എങ്ങനെ തകർക്കാം, അശ്വിനെയും ശ്രുതിയെയും എങ്ങനെ അകറ്റാം, എന്നിട്ട് അഞ്ജലിയെ എങ്ങനെ വകവരുത്താം, ശ്യാമ് പറഞ്ഞതുപോലെ എങ്ങനെ ഇതെല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു സെലിൻ. എന്നാൽ പ്രീതിയാണെങ്കിലോ തൻ്റെ ഭർത്താവ് ആകാശേട്ടൻ ഇന്ന് വരെ തന്നോട് ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ടില്ല, തന്നിൽ നിന്നും ഇങ്ങനെ അകന്നു പോയിട്ടില്ല. ആ ആകാശേട്ടൻ തന്നോട് ഇങ്ങനെ കാണിച്ചപ്പോൾ അത് ഭയങ്കര സങ്കടം തന്നെയായിരുന്നു പ്രീതിക്ക്. അതുകൊണ്ട് ആകാശിനെ കാണാത്തത് കൊണ്ട് ഒരുപാട് നേരം ആകാശിൻ്റെ ഫോണിൽ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. തൻ്റെ ആകാശിൻ്റെ ജോലിസ്ഥലത്ത് വിളിച്ചു, ഓഫീസിൽ വിളിച്ചു. അവിടെയും അവർ പറഞ്ഞത് ആകാശ് വന്നിട്ടില്ല എന്നാണ്. എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല. ആകാശാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടു കൂടിയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്തും സംഭവിക്കാം. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആകാശ് ദേഷ്യത്തോടു കൂടി കയറി വന്നു. എന്നാൽ എന്തുകൊണ്ട് തൻ്റെ ഫോൺ എടുത്തില്ല എന്ന് പ്രീതി ചോദിക്കുമ്പോൾ, എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന് ആകാശ് പ്രീതിയോട് പറഞ്ഞു. അങ്ങനെ ദേഷ്യത്തോടു കൂടി വീണ്ടും അവിടെ പോയി ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രീതി പതുക്കെ ആകാശിൻ്റെ അടുത്തേക്ക് പോയി ആകാശിനോട് സംസാരിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, ആകാശേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആകാശ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പ്രീതിയോട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നതല്ലാതെ ഒന്ന് തുറന്നു പറയാനായിട്ട് തയ്യാറായില്ല. അവസാനം പ്രീതി ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, അത് എന്നോട് തുറന്നു പറ, അല്ലാതെ ഇങ്ങനെ മുള്ളും മുനയും വെച്ച് സംസാരിക്കാതെ എന്ന് പറഞ്ഞപ്പോഴാണ്, വിവാഹത്തിന് തൊട്ടു മുൻപ് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ അതെനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ, വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും നമ്മൾ പരസ്പരം മറച്ചു വെക്കാൻ പാടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം, ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്ന് പ്രീതിയും ആകാശും അവർ പരസ്പരം പ്രോമിസ് ചെയ്തതാണ്. ആ തെറ്റ് ഇന്ന് വരെയും ആകാശം ആവർത്തിച്ചിട്ടില്ല. ആകാശം ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല, മാക്സിമം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രീതി ഇത്രയും വലിയൊരു കാര്യം, അതും ഈ കുടുംബത്തെ തന്നെ തകർക്കുന്ന ഇത്രയും വലിയൊരു രഹസ്യം മറച്ചു വെച്ചത് തന്നെയാണ് ആകാശിന് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആകാശ് ഇതിനെപ്പറ്റി പ്രീതിയോട് ചോദിക്കുമ്പോഴും പ്രീതി പറയുന്നുണ്ട്, ആ ഒരു സാഹചര്യം അല്ലായിരുന്നു, ഇത് പറയാനുള്ള സാഹചര്യം അല്ലായിരുന്നു, ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടി ആലോചിച്ചത് കൊണ്ടാണ് പറയാത്തത് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ആകാശ് തയ്യാറായിരുന്നില്ല. പ്രീതി ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്ന് തന്നെ ആകാശ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി എനിക്ക് നിന്നോടിങ്ങനെ പരസ്പരം മിണ്ടാൻ പറ്റത്തില്ല പ്രീതി. ഇപ്പോൾ ഞാൻ നിന്നോട് സംസാരിച്ചാലും കുറച്ചുകൂടി കഴിയുമ്പോൾ നിന്നോട് നീ തെറ്റൊന്നും ചെയ്യത്തില്ല, നീ ഓക്കെ ആയി മാറും എന്നൊക്കെ ഞാൻ പറഞ്ഞാലും കുറച്ചുകൂടി കഴിയുമ്പോൾ നീ വീണ്ടും ഇതേ തെറ്റ് തന്നെ ആവർത്തിക്കും. നീ വീണ്ടും ഇതേ തെറ്റ് ആവർത്തിക്കുക മാത്രമല്ല
നീ ആവർത്തിച്ചില്ലെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നും, നീ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്, മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് മാക്സിമം പ്രീതിയിൽ നിന്നും അകലം പാലിക്കാനായിട്ട് ആകാശ് ശ്രമിക്കുവാണ്. എന്നാൽ തൻ്റെ ചേച്ചിയുടെ ജീവിതം താൻ കാരണം ഇങ്ങനെ ആയി എന്ന് ശ്രുതി ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. ശ്രുതിയും അശ്വിനും ഭയങ്കര ടെൻഷനിൽ തന്നെയാണ്. ചേച്ചിക്ക് ഉറക്കഗുളിക കൊടുത്ത് ചേച്ചി ഉറങ്ങുകയാണ്. അപ്പോൾ മുത്തശ്ശിക്കും സങ്കടമുണ്ട്. എന്നാൽ അശ്വിൻ അടുത്തേക്ക് പോയപ്പോൾ ചേച്ചി ഉറങ്ങുന്നത് കൊണ്ട് തന്നെ തിരികെ റൂമിലേക്ക് എത്തി. പക്ഷെ റൂമിലെത്തിയിട്ടും ചേച്ചിയുമായി ഉള്ള ആ ഒരു സന്തോഷ നിമിഷങ്ങളാണ് അശ്വിൻ്റെ മനസ്സിലിങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ശ്രുതി പതുക്കെ അശ്വിൻ്റെ അടുത്തേക്ക് എത്തി. അശ്വിനെ ഒന്ന് തലോടി. എന്നിട്ട് അശ്വിനോട് പറഞ്ഞു, അശ്വിൻ സാർ കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആവും, പേടിക്കാതെ, ഞാൻ എപ്പോഴും സാറിൻ്റെ കൂടെയുണ്ട് എന്നൊരു ആത്മവിശ്വാസം നൽകി. അത് തന്നെയാണ് ഏതൊരു ഭർത്താവിൻ്റെയും ഒരു നമുക്കൊരു കരുത്തെന്നൊക്കെ പറയത്തില്ലേ. ഭർത്താവിൻ്റെ മാത്രമല്ല, നമ്മളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊപ്പം വന്ന് നിന്ന് നമ്മുടെ ദേഹത്തൊന്ന് തട്ടി തലോടി നമ്മളോട് പറയുവാണ്, നീ പേടിക്കാതെ, എല്ലാം ഓക്കെ ആവും, എല്ലാം നല്ല സന്തോഷത്തോടു കൂടി ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന് പറയുമ്പോഴുള്ള ഒരു ഫീല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊട്ടും എന്തോ ഒരു ധൈര്യം കിട്ടിയതുപോലെയായിരുന്നു. ആ ഒരു ധൈര്യം തന്നെയായിരുന്നു അശ്വിനും. അപ്പോൾ അശ്വിൻ ശ്രുതിയെ ചേർത്ത് പിടിച്ചു. അവർ ചേർത്ത് പിടിച്ച് അങ്ങനെ ഇരിക്കുവാണ്, കെട്ടിപ്പിടിച്ചിരിക്കുവാണ്, ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുവാണ്. ഈ സമയത്ത് അവരുടെ അനുവാദമില്ലാതെ സെലിൻ അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് അശ്വിനോട് ഒരു അമിത സ്വാതന്ത്ര്യം എടുക്കാനായിട്ട് ശ്രമിച്ചു. അശ്വിൻ സാർ ഇതുവരെയും ഒന്നും കഴിച്ചില്ല എന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് അശ്വിൻ സാറിന് പാലും കൊണ്ട് വന്നതാണ്, സാർ പാല് കുടിക്കുക, അല്ലാതെ സാറിന് എന്തെങ്കിലും വേണമോ, ഭക്ഷണം വേണമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് തരാം എന്നൊക്കെ സെലിൻ പറഞ്ഞു. അപ്പോൾ അശ്വിൻ പറഞ്ഞത് ആ പാൽ അവിടെ ആ ടേബിളിൻ്റെ പുറത്ത് വെച്ചിക്കാനാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ശ്രുതി ആ ഒരു പാല് തൻ്റെ കയ്യിലോട്ട് മേടിച്ചതിന് ശേഷം പിന്നെയും സെലിൻ പറയുന്നുണ്ട്, സാർ ഈ പാല് കുടിക്കുക, എന്നിട്ട് സാറ് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം ഞാൻ വേറെ സാറിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സെലിൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അശ്വിനോടുള്ള അമിത സ്വാതന്ത്ര്യം ഒട്ടും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അശ്വിൻ ദേഷ്യപ്പെട്ടു. എന്നിട്ട് നീ എൻ്റെ കാര്യങ്ങൾ നോക്കാനല്ല നിന്നെ ഇവിടെ അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നത്, ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാനാണ്, ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ടാണ് നിന്നെ ഇവിടെ അപ്പോയിൻമെൻ്റ് ചെയ്തത്, നീ എൻ്റെ കാര്യങ്ങളാ നോക്കേണ്ട കാര്യമില്ല, ചേച്ചിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മതി എന്ന് അവിടെ ഇത് പറയുകയും ചെയ്തു. അത് കേട്ടപ്പോൾ പെട്ടെന്ന് സെലിൻ വല്ലാതെയായി. എന്നാലും വീണ്ടും ഇതേ കാര്യം ചോദിച്ചു. ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അശ്വിന് മനസ്സിലായി. എന്നാൽ നീ ദേവീത് നീ നിന്റെ ജോലി ചെയ്താൽ മതി, അല്ലാതെ എൻ്റെ കാര്യങ്ങൾക്ക് ഇടപെടാൻ വരണ്ട, നീ ദേവീത് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകണമെന്നും സെലിനോട് അശ്വിൻ ആവശ്യപ്പെട്ടു. എന്നാൽ സെലിൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും എന്തൊക്കെയോ പന്തികേട് ശ്രുതിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം എന്ന് ശ്രുതിയും മനസ്സിൽ വിചാരിച്ചു. എന്നാൽ സെലിനാണെങ്കിലോ എങ്ങനെയെങ്കിലും അശ്വിനെയും ശ്രുതിയെയും തമ്മിൽ അകറ്റണം, അവരെ തമ്മിൽ അകറ്റിയതിന് ശേഷം അശ്വിനെ തൻ്റെ കയ്യിൽ എടുക്കണം, എന്നിട്ട് മനോരമയും തൻ്റെ കൈക്കുള്ളിലാക്കണം, അതിനുശേഷം വേണം അഞ്ജലിയുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കാൻ. അങ്ങനെ അഞ്ജലിയുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കി കഴിഞ്ഞാൽ ഈ കുടുംബം മുഴുവനും താൻ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ, വിശ്വസിക്കത്തുള്ളൂ എന്ന് അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ശ്രുതി അവിടെ ഇങ്ങനെ സെലിൻ ഇങ്ങനെ പറയുവാണ്. അത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അഞ്ജലിയെ വകവരുത്താനായിട്ട് ശ്യാം പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാനായിട്ടാണ് സെലിൻ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ അശ്വിനും ശ്രുതിയും സങ്കടത്തോടുകൂടി നിൽക്കുവാണ് തൻ്റെ ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ ആലോചിച്ച്. തിരികെ റൂമിൽ പോയി ചേച്ചിയെ കണ്ടപ്പോഴും ചേച്ചി സുഖം ഉറക്കത്തിലാണ്. അങ്ങനെ ശ്രുതിക്കൊപ്പം മുത്തശ്ശിയും പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അശ്വിനോടും ശ്രുതിയോടുമായിട്ട് മുത്തശ്ശി ശ്യാമിനെ പറ്റി ചോദിക്കുന്നുണ്ട്. എന്നാൽ തനിക്കറിയാവുന്ന ശ്യാമിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയോട് പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് ശ്യാമിൻ്റെ ചതി ഞാൻ തിരിച്ചറിഞ്ഞ ആ നിമിഷം, ശ്രുതിയുമൊത്ത് ശ്യാം നിൽക്കുന്ന ആ നിമിഷം, അതിനുശേഷം ഞാൻ ശ്രുതിയെ വിവാഹം കഴിച്ചതിന് ശേഷം ശ്യാമിനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ശ്യാം തന്നോട് പറഞ്ഞത്, നീ ശ്രുതിയെ വിവാഹം കഴിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവളിപ്പോൾ എൻ്റെ പെണ്ണായേനെ എന്നാണ് ശ്യാം പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ തനിക്ക് നല്ല ദേഷ്യം വന്നു. എന്നാൽ ശ്യാം മാറും എന്ന് ഞാൻ വിശ്വസിച്ചു, അതിനൊരു അവസരവും കൊടുത്തു. പക്ഷേ ശ്യാം മാറിയില്ല എന്ന് ശ്രുതിയോടും മുത്തശ്ശിയോടുമായിട്ട് അശ്വിൻ പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ എന്താണ് ശ്യാമിൻ്റെ ചതി എന്ന് മുത്തശ്ശി ശരിക്കും തിരിച്ചറിഞ്ഞു. എന്നാൽ ശ്രുതിയോട് മുത്തശ്ശി ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ.
അഞ്ജലിയെ എങ്ങനെയെങ്കിലും നമുക്ക് പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. പഴയതുപോലെ ഒരു ഉന്മേഷത്തോടു കൂടി നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്ന അഞ്ജലിയെ നമുക്ക് തിരികെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ശ്രുതി നിന്നോട് അഞ്ജലിക്ക് ചെറിയ ദേഷ്യമുണ്ട്. അപ്പോൾ നിന്നെ കാണുമ്പോഴെല്ലാം ശ്യാമിൻ്റെ മുഖമായിരിക്കും അവൾക്ക് ഓർമ്മ വരിക. നീ അതുകൊണ്ട് ദയവ് ചെയ്ത് അഞ്ജലിയുടെ മുന്നിൽ ചെന്ന് ചാടരുത്. മാക്സിമം അഞ്ജലിയിൽ നിന്നും അകന്ന് നിൽക്കാനായിട്ട് നീ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അഞ്ജലിയെ പഴയതുപോലെ എല്ലാം മറന്ന് അഞ്ജലി പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തുള്ളൂ എന്ന് മുത്തശ്ശി പറഞ്ഞു. ശ്രുതിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. എങ്കിലും മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ ശ്രുതി അത് കേട്ടു, അത് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അത്രത്തോളം സങ്കടമുണ്ടെങ്കിലും ശ്രുതിയെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അശ്വിനെ അറിയത്തില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ അഞ്ജലിക്ക് ഭക്ഷണം കൊണ്ടുവന്നതാണ്. എന്നാൽ അഞ്ജലി കഴിച്ചില്ല. ഒരുപാട് വട്ടം അശ്വിൻ നിർബന്ധിക്കുന്നുണ്ട്, എന്നാൽ അതൊന്നും കഴിക്കാനായിട്ട് അഞ്ജലി തയ്യാറല്ല. അശ്വിനോടും ഒരുപാട് ദേഷ്യത്തോടു കൂടി തന്നെയാണ് അഞ്ജലി പെരുമാറിയത്. ഇതെല്ലാം സെലിൻ കാണുന്നുണ്ട്. പെട്ടെന്ന് തനിക്ക് ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നപ്പോൾ അശ്വിൻ കോള് എടുത്ത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താനാണ് അവർ ആവശ്യപ്പെട്ടത്. അഞ്ജലിയോട് ഈ വിവരം പറഞ്ഞു. എന്നിട്ട് അശ്വിൻ ചേച്ചി പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കണം, ഞാൻ ഉടൻ തന്നെ ജോലിയിലാക്കിയിട്ട് ഓടി വരാം എന്ന് പറഞ്ഞ് അശ്വിൻ പുറത്തേക്ക് ഇറങ്ങി. അശ്വിൻ കാണാതിരിക്കാനായിട്ട് സെലിൻ ഒളിച്ചു നിൽക്കുവാണ്. അശ്വിൻ പോയതിനു ശേഷം അഞ്ജലിയെ തൻ്റെ പക്കൽ കൊണ്ടുവരണം, അഞ്ജലിയെ കയ്യിലെടുക്കണം, എന്നിട്ട് അഞ്ജലിയുടെ മനസ്സ് മാറ്റണം എന്നൊക്കെ ഇങ്ങനെ സെലിൻ പറയുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോഴും സെലിൻ്റെ ചതി എന്താണെന്ന് അശ്വിനോ ശ്രുതിയോ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഈ ഒരു അവസരം മുതലാക്കി ശ്രുതിയെയും അശ്വിനെയും തമ്മിൽ അകറ്റാനായിട്ട് സെലിൻ ശ്രമിക്കുമോ? ആ കുടുംബത്തെ തന്നെ തകർക്കുമോ? അതോ സെലിൻ്റെ ചതികളെല്ലാം പുറത്താകുമോ? മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അംഗീകരിക്കാനായിട്ട് ഒന്നും ശ്രുതി തയ്യാറല്ല. എങ്കിലും തൻ്റെ ചേച്ചിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ശ്രുതി അതെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരം മുതലാക്കി ഇനി സെലിൻ എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.